നമ്മുടെ റാസൽ ഗൈമയിൽ ഒരു കിഡിലൻ ഫ്ലവർ ഫാം വരുന്നുണ്ട്. എക്സാക്ട് ലൊക്കേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ മസാഫി സൈഡിലുള്ള വാദി അസിമ എന്നൊരു പ്ലേസിലാണ് ഇത് വരുന്നത്. ദുബായിൽ നിന്നൊരു 1 to 1.5 hour ഡ്രൈവാണ് വരുന്നത്. ഫാമിലേക്ക് എത്തുന്ന വഴി ടാറിംഗ് ഒന്നുമില്ലാത്ത കച്ചാ റോഡാണെങ്കിലും എന്തോ ഭയങ്കര ഭംഗി തോന്നിക്കുന്നുണ്ടായിരുന്നു. കച്ചാ റോഡ് ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പാർക്കിങ്ങിന് വേണ്ടി കഷ്ടപ്പെടേണ്ടിയൊന്നും വന്നില്ല. വണ്ടി സേഫ് ആയിട്ട് പാർക്ക് ചെയ്ത് അങ്ങ് ഇറങ്ങി. എൻട്രൻസിൽ തന്നെ ഇവിടെ ഫോളോ ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻസ് എല്ലാം മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലെടുത്ത് പറയേണ്ടത് ഫ്ലവേഴ്സ് പിക്കിംഗ് അലൗഡ് അല്ല. ഇവിടുത്തെ എൻട്രി ഫീസ് വരുന്നത് 15 ദിർഹംസ് ആണ്. ചിൽഡ്രൻ അണ്ടർ 2 years ഓഫ് ഏജ് ആണെങ്കിൽ ഫ്രീയും ആണ്. ഇവിടെ തന്നെ കൾട്ടിവേറ്റ് ചെയ്തിട്ടുള്ള ഫ്രൂട്ട്സും പിന്നെ നമ്മുടെ സ്പെഷ്യൽ ലാവെൻഡർ ഫ്ലവേഴ്സിന്റെ പ്ലാന്റ്സ് ഒക്കെ ഇവർ സെല് ചെയ്യുന്നുണ്ട്. അകത്തേക്ക് കയറുമ്പോൾ ഹോഴ്സിന്റെ ഒരു ഫാം ഉണ്ട്. കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ട് റൈഡിംഗ് നടത്താൻ ഒരു കുട്ടി ഹോഴ്സും ഉണ്ട് അവിടെ. ഈ ബുക്സിലെ ഇമേജിലൊക്കെ മാത്രം കണ്ടിട്ടുള്ള ആനിമൽസിനെ ഫസ്റ്റ് ടൈം ഒന്ന് നേരിട്ട് കാണുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, അത് ഭയങ്കര കൗതുകം തന്നെയാണ്. അങ്ങനെ വീണ്ടും അകത്തേക്ക് കയറുമ്പോഴാണ് ദ മോസ്റ്റ് അവൈറ്റിംഗ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ വിസിറ്റ് നമുക്ക് കിട്ടുക. മൾട്ടി കളേഴ്സിലുള്ള ബ്യൂട്ടിഫുൾ ലാവെൻഡേഴ്സ്. സ്ട്രെസ്ഡ് ഔട്ട് ആയിട്ടിരിക്കുന്ന മൈൻഡിനെ നമ്മുടെ നേച്ചറിന് റിലാക്സ് ആക്കാൻ കഴിയുമെന്ന് പറയുന്നത് എത്ര സത്യമാണല്ലേ. ഫാമിലിയോടൊപ്പം വീക്കെൻഡിൽ ഒരു വട്ടമെങ്കിലും വിസിറ്റ് ചെയ്യേണ്ട ഒരു ഹെവൻലി പ്ലേസ് തന്നെയാണ് കേട്ടോ ഇവിടം. വിന്റർ ടൈമിലുള്ള വിസിറ്റിംഗ് ആയിരിക്കും കുറച്ചുകൂടെ കൂടുതൽ വർത്ത് സ്പെൻഡിങ് ആയിട്ട് തോന്നുക. ഈ ബ്യൂട്ടിഫുൾ സീനറി ഒക്കെ കണ്ട് ജസ്റ്റ് റിലാക്സ് ചെയ്തിരുന്ന് ഒരു കോഫി സ്നാക്സ് ഒക്കെ കഴിച്ച് ചെറിയ അപ്പറ്റേറ്റ് മാറ്റാനുള്ള ഒരു കഫറ്റീരിയ ഇവിടെയുണ്ട്. ചെറിയൊരു വെയിലും തണുപ്പും പുറത്തുണ്ടായിരുന്നതുകൊണ്ട് അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു. അങ്ങനെ ലാവെൻഡർ ഫീൽഡ്സിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നേരെ നമ്മൾ ചെന്നെത്തുന്നത് ഡിഫറെന്റ് വെറൈറ്റീസിലുള്ള ബേർഡ്സും ആനിമൽസും ഒക്കെ ഉള്ള ഒരു സ്ഥലത്തേക്കാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ആ വൈറ്റ് കളറിൽ കാണുന്ന പീക്കോക്കാണ്.
പിന്നെ നമ്മുടെ ഈ UAE അഗ്രികൾച്ചർ ഇൻഡസ്ട്രിയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഈ ഡെസേർട്ട് എൻവയോൺമെന്റിൽ ഒരു പ്ലാന്റിംഗ് നടത്തുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. എന്നിട്ട് കൂടി പല ഇന്നോവേറ്റീവ് ഐഡിയാസും ടെക്നോളജീസും അഡോപ്റ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു ഫ്ലവർ ഫാമിലേക്കുള്ള ഇവരുടെ കോൺട്രിബ്യൂഷനെ പറ്റി എടുത്തു പറയേണ്ടത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ചാനൽ അങ്ങോട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.